മൺസൂൺ കേരളത്തിലെത്തും മുൻപ് മഴക്കെടുതി അതിരൂക്ഷം. മഴ മുന്നറിയിപ്പുകൾ കാര്യമായി ഇല്ലാതിരുന്ന ഇന്ന് അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തുണ്ടായത്. മെട്രോ നഗരമായ കൊച്ചി വെള്ളത്തിൽ മുങ്ങി. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളം കയറി. കളമശ്ശേരിയിലും തൃക്കാക്കരയിലും ഇടപ്പള്ളിയിലും വീടുകളിൽ വെള്ളം കയറി. പലയിടത്തും 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. പള്ളുരുത്തിയിലും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞു. കൊച്ചിയിൽ ലഘുമേഘ വിസ്ഫോടനമുണ്ടായെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. വിനീത വിജി ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനീതയിലേക്ക്. വിനീത, എന്താണ് പൊതുവിൽ ഇപ്പോൾ കൊച്ചിയിലെ സാഹചര്യം? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃക്കാക്കര മേഖലയിലുള്ള ക്രോസ് റോഡ് 7, 8 എന്നീ മേഖലകളിലാണ്. നമുക്ക് ഈ കാണുന്നത് തന്നെയാണ് നിലവിലുള്ള ഇവിടുത്തെ ഒരു കാഴ്ച. മഴ ഒരല്പം മാറി നിൽക്കുകയാണ്, പക്ഷെ എങ്കിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണുള്ളത്. ഈ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് പാചകം ചെയ്യാനോ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഈ പല വീടുകളിലേക്കും എത്തിയിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ തന്നെ ഈ വീടുകളിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതെങ്ങനെ ഈ വാഹനങ്ങൾ പുറത്തേക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ ആളുകളൊക്കെ തന്നെ കഴിയുന്നത്. നമുക്കിപ്പോൾ ആ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട്, വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു അമ്മ ഇപ്പോൾ ആ വീടിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. പല മേഖലകളിലേക്കും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായിട്ടുണ്ട്. ഇന്ന് പെയ്ത മഴയിലാണ് ഇങ്ങനെ പല ഇടങ്ങളിലേക്കും വെള്ളക്കെട്ടുണ്ടായത്. ഈ മേഖലകളിൽ നിരവധി വീടുകളാണുള്ളത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറിയ ഒരു സ്ഥിതിയാണുള്ളത്. അപ്പൊ വീടിനകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. വീടിനകത്ത് മുട്ടറ്റം വെള്ളമാണ്. വീടിനകത്ത് ഇന്ന് രാവിലെ തൊട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കയറി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ താഴെ ഇരുന്ന കുറെ സാധനങ്ങളൊക്കെ വെള്ളം കയറിയും പോയി. എന്ത് പറയാനാണ്, മുട്ടിന് മേളിലും അകത്ത് വെള്ളം. ഈ വെള്ളമെല്ലാം കൂടെ എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 30 കൊല്ലമായി. ഇത്രയും വെള്ളക്കെട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വേണു, ഇപ്പോഴും ആ വെള്ളത്തിൽ, വീട്ടിനകത്തെ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ടാണ് അമ്മ നമ്മളോട് പറയുന്നത്. ഇന്ന് ആഹാരം ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഭക്ഷണം കഴിച്ചു? ഇല്ല, ഭക്ഷണം എല്ലാം വെച്ചു. രാവിലെ തന്നെ മോക്ക് ചോറ് കൊണ്ടുകൊണ്ട് എല്ലാം വെച്ചു. പക്ഷെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഇതാണ് ആ വീടിന്റെ അവസ്ഥ. നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഈ വീട്ടിലെ അവസ്ഥ. പ്രധാന മുറിയാണ്. ഇങ്ങനെ ഈ വീടിനകം പൂർണ്ണമായും ഏതാണ്ട് വെള്ളക്കെട്ടിലേക്ക് മാറിയ ഒരു അവസ്ഥയിലേക്കാണുള്ളത്. നമുക്ക് ആ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സാധനങ്ങളൊക്കെ അവർ ഇങ്ങനെ വാരി കൂട്ടി പെറുക്കി മാറ്റി വച്ചിരിക്കുകയാണ്. ഉള്ളതൊക്കെ അവർ പെറുക്കിയെടുത്ത് മുകളിലത്തെ നിലയിലേക്ക് ഭദ്രമാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പെട്ടെന്നുണ്ടായ മഴയാണ്. പല സാധനങ്ങളും അവർക്ക് കൃത്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെ ഏതാണ്ട് വെള്ളത്തിനടിയിലേക്ക് വീണൊരു അവസ്ഥയാണ്. നമുക്ക് അതാ കാണാൻ കഴിയുന്നത് പോലെ TV, ഒപ്പം തന്നെ അവരുടെ സെറ്റി, ഫർണിച്ചറുകളെല്ലാം ഇങ്ങനെ ആ വിഷ്വലുകളിലേക്ക് പോവുകയാണെങ്കിൽ അതാ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. 2 മുറിയുണ്ട്. ആ 2 മുറിയും ഏതാണ്ട് മുറിക്കുള്ളിലും വെള്ളം കയറിയ ഒരു നിലയിൽ തന്നെയാണുള്ളത്. ഇത് ഈ മേഖലയിലെ ഈ വീട്ടിൽ മാത്രമല്ല, പല ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥയായിട്ടുള്ളത്. ഇങ്ങനെ സാധനങ്ങൾ, ഈ താഴത്തെ നിലയിലുള്ള സാധനങ്ങളൊക്കെ അവർ മുകളിലത്തെ സ്ഥലത്തേക്ക് ഭദ്രമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് എന്നൊഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യം. കട്ടിലാണ്, കട്ടിലോട്ട് മടക്കിയിട്ടിരിക്കുക. വലിയ അലമാര പൊക്കിയെടുത്ത് മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടു. പ്രതീക്ഷിക്കാതെ വന്നൊരു മഴയാണ്. പ്രതീക്ഷിക്കാതെ എടുത്ത് മാറ്റാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മഴ കഴിഞ്ഞ് കേറിപ്പോയി വെള്ളം. ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുന്നുണ്ട്? ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതൊക്കെയാണ് അധികൃതർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്താൽ ഇപ്പോഴും നമ്മൾ വെള്ളത്തിൽ തന്നെയുള്ള അവസ്ഥയാണ്. ഇപ്പോ ഇന്ന് നമുക്ക് നോക്കിയ 4 മണിക്കൂറായി മഴ നിന്നിട്ട്. പക്ഷെ നമ്മൾ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വെള്ളം ഇപ്പൊ താണിട്ടുള്ളൂ. ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അത് റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ നമ്മൾ തന്നെ ഇതൊരു ചടങ്ങ് പോലെയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിന് എക്സ്പേർട്ടായിട്ട് ഒരാളോ ഇവിടെ എവിടെയുണ്ട് തോന്നുന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഇപ്പൊ നമ്മളൊരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടൊരു പഠനം, അതിന് സൊല്യൂഷൻ കാണലില്ല. അത് സൊല്യൂഷൻ കണ്ടാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം നമുക്ക് വെറുതെ എല്ലാവരും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോരുത്തരും കുറ്റം പറഞ്ഞിട്ടല്ല വേണ്ടത്. നമുക്കിത് ടെക്നിക്കലി അത് എങ്ങനെ സോൾവ് ചെയ്യണം. ഈ ഒരു വീട്ടിലെ മാത്രം അവസ്ഥയിൽ ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും ഇത് തന്നെയാണ്. എല്ലാ കോളനി ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ ഒരു സൈഡിൽ അത് എഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും തൊട്ടടുത്തുള്ള നമ്മൾ പറയുമ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. അല്ല, തൊട്ടടുത്ത ഇതിന് ഒരു സൈഡ് പക്ഷെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള പല വീടുകളും ഇതിലുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു അവസ്ഥ, ഇത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊരു ചിന്ത, ഇതിനൊരു ടെക്നിക്കൽ മറ്റൊരു സമയബന്ധിതമായിട്ട് ഒരു പരിപാടിയും ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ല. ഇപ്പൊ 4 മണിക്കൂറിൽ 1 ഇഞ്ച് വെള്ളം എനിക്ക് എന്റെ ഒരു ഇതിൽ കുറഞ്ഞിട്ടുള്ളൂ. അത് കുറയുന്നുണ്ടെങ്കിൽ എവിടെ എത്രയും ബ്ലോക്ക് ആവുന്നുണ്ട്.
ജനസാന്ദ്രത കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ കാനകളൊക്കെ ചെറുതായി. പക്ഷെ അത് മാത്രമല്ല, അത് എങ്ങനെ സോൾവ് ചെയ്യണ്ടേ, അതല്ലേ ജനപ്രതിനിധികൾ ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശരിയാക്കുമ്പം മഴയ്ക്ക് മുമ്പ് ശരിയാക്കണമായിരുന്നു. ഒരു 1-2 വീട്ടിൽ വെള്ളം കയറിയ ശേഷം കാന വന്നോക്കിയിട്ട് എന്താ കാര്യം? ഇന്നലെ വാരിയിട്ട മണല് മുഴുവൻ ഇന്നിപ്പോ കാനയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ദിവസം വാരിയിട്ട മണലുകൊണ്ട് എന്താ പ്രയോജനം? അത് മുഴുവൻ കാനയിലേക്ക് വന്നില്ലേ? തീർച്ചയായും അവർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് പറയുന്നത്. നമുക്ക് ആ താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ ഒരു വീട്ടിലെ മാത്രം അവസ്ഥയല്ല, ഈ മേഖലയിലുള്ള ഈ ക്രോസ് റോഡിലുള്ള പല വീടുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വീടുകളിലേക്കും ഈ താഴ്ത്ത നിലയൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ മഴയ്ക്കൊരല്പം ശമനമുണ്ട് എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് അതിങ്ങനെ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ചെറിയൊരു അളവ് വെള്ളം ഇവിടുന്ന് കുറഞ്ഞു എന്നുള്ളതല്ലാതെ അതിശക്തമായിട്ട് ഇപ്പോഴും ഈ മേഖലയിൽ അതിങ്ങനെ വെള്ളക്കെട്ട് തുടരുന്നൊരു പശ്ചാത്തലം തന്നെയാണുള്ളത്. എങ്ങനെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയോ? എന്താണ് നിലവിലൊരു അവസ്ഥ ഇവിടുത്തെ? അവസ്ഥ ഇവിടെ ഇത് പരിഹാരം പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും മഴ പെയ്ത് തന്നെ വെള്ളം കയറും. ഇപ്പൊ തന്നെ മഴ മാറിയിട്ട് ഇപ്പൊ നാളെ ഇതുവരെ വെള്ളം പോയിട്ടില്ല. ഒഴുകി പോകാനുള്ള ഒരു നമുക്ക് എന്താ പറയാ ആ ഒരു സംവിധാനം ഇല്ല. അതാണ് പ്രോബ്ലം. എല്ലാ വീടുകളിലും താഴ്ത്ത നില ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടി. താഴ്ത്ത നില സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോകുമ്പോൾ അതൊക്കെ ക്ലോസറ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുപോലും പറ്റാത്തൊരവസ്ഥ ഇല്ല, അതാണ് അറിയില്ല. ഇവര് മുൻകൂട്ടി നേരത്തെ പുറകിലേക്ക് അവിടെ നിന്ന് പോയി നോക്കൂ. ആ കനാലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കനാലുകളൊക്കെ കയറ്റി കെട്ടി ഇവര് നമ്മളെന്താ പറയാ. ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഈ പല വീടുകളിലും ഇപ്പൊ നമ്മൾ ഈ കിടക്കുന്ന വീട്ടിലടക്കം വാഹനങ്ങൾ ഇട്ടേക്കാണ്. അവിടെ അവരുടെ ഉടമസ്ഥരിൽ അവർക്ക് മാറ്റാൻ പോലും കഴിയില്ല. അപ്പുറത്ത് ആ കുറുപ്പങ്കള് പുള്ളി അമേരിക്കക്ക് പോയി. അവരുടെ താഴത്തെ സാധനങ്ങളുണ്ട്, അത് കയറി. ഇവിടെയൊന്നും ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കയറണേ. കുറുപ്പങ്കള്, വാസകങ്ങള്, ഇപ്പുറത്തെ സൈറാൻഡി, പിന്നെ അപ്പുറത്ത് നാരായണൻകുട്ടി ചേട്ടൻ ഇവിടെ നിൽക്കണേ. എന്റെ വീട്ടിൽ ഞാൻ കൊച്ചിലെ മുതൽ ഇങ്ങനെ വെള്ളക്കെട്ട് അനുഭവിച്ചിട്ടുണ്ട്. ബാക്കിൽ കനാലാണ്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചോദിച്ചു നോക്കൂ, നാരായണൻകുട്ടി ചേട്ടനോട് ചോദിച്ചു നോക്കൂ. തീർച്ചയായും ഈ ഒരു അവസ്ഥയാണ് വീട്ടില് വെള്ളം കയറി. ആദ്യമായിട്ട് വെള്ളം കയറിയത് വീട്ടിൽ, അതേ വെള്ളം കയറിയത് ആദ്യമായിട്ടാണ്. സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് മാറ്റാൻ പറ്റി. കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ പറ്റി. ഇപ്പൊ മണിക്കൂറുകൾ കഴിഞ്ഞു മഴ ഒന്ന് തോന്നിട്ട് ഒരെന്ന് വിശ്വസിക്കാണ്. വലിയ തോർച്ചയായിട്ടില്ല. അങ്ങനെ പതുക്കെ 1.5 ഇഞ്ച് 2 ഇഞ്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വെള്ളം. ഇപ്പൊ കാലവർഷം കൂടി കടുക്കുമ്പോ ഒന്നുകൂടി നോക്കണം. എന്താ അവസ്ഥ പറയാൻ പറ്റില്ല. തീർച്ചയായും ഇതാണ് ഇവിടെയുള്ള ഈ ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ ഇരുവശത്തുമായി നമുക്ക് ചുറ്റും ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. രാവിലെയൊക്കെ ഈ മഴയെ തുടർന്ന് പോയ ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ്. ഇപ്പോഴും പല വീടുകളിലേക്ക് കറണ്ട് എത്തിയിട്ടില്ല. അവർ വിളിക്കുന്നുണ്ട്, ഇതിനൊരു പരിഹാരം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഉൾപ്പെടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. കാരണം കുട്ടികളും പ്രായമായവരും മുതിർന്നവരും ഒക്കെ ഉള്ളതാണ്, കുഞ്ഞുങ്ങളടക്കമുള്ളതാണ്. ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലാത്തത് അവരെ വലിയ രീതിയിലേക്ക് ദുരിതമാക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശുചിമുറിയിലേക്ക് പോലും പോകാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പോലെ ഏതാണ്ട് വീടിന്റെയൊക്കെ താഴത്തെ നില പൂർണ്ണമായും ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. ഏതാണ്ട് 2-3 മണിക്കൂറിൽ മഴ കനത്തതോടുകൂടിയാണ് ഈ മേഖലകളിലേക്കൊക്കെ ഇത്തരത്തിലേക്ക് അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് വേണം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് നേരത്തെ അവർ പറഞ്ഞ വീടാണ്. ആ വീട്ടിൽ വാഹനം പുറത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിലാണ്. ആ വീട്ടിൽ ഉടമസ്ഥരില്ല. ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോലും കഴിയാത്ത വെള്ളക്കെട്ട്. അങ്ങനെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആശങ്കകൾ അവർ പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, മഴ പെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ വെള്ളക്കെട്ട് അതിങ്ങനെ തുടരുന്നു. ഒഴുകിപ്പോകാൻ കാനകളോ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്കയും ഒപ്പം തന്നെ പരാതിയും. അതിനാണ് ഒരു നടപടി കൂടി വേണ്ടത് ഈ ഘട്ടത്തിൽ. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.